ആ രാത്രിയുടെ ഞെട്ടൽ ഒരായുഷ്കാലം അത്രയും നമ്മെ വേട്ടയാടിയേക്കാം. പ്രകൃതി ഒരുക്കിയ ജലയുദ്ധത്തിൽ ഒരിക്കൽ കൂടി നാം പരാജയപ്പെട്ടുപോയി. അതിദയനീയമായ പരാജയം. ഇരമ്പിയെത്തിയ ഉരുൾ ആ രാത്രി തകർത്തത് നമ്മുടെ ആകെ ഹൃദയം കൂടിയാണ്. മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും പരമസാധുക്കളായ ആ മനുഷ്യരെല്ലാം നമ്മുടെ കൂടി പ്രിയപ്പെട്ടവരാണ്. അതിഭീകര ദുരന്തമുഖത്തൊരു സൂപ്പർ ഹീറോയായ പ്രജീഷിനെ പോലെ, ദുരന്ത വിവരം ലോകത്തെ ആദ്യം അറിയിച്ച നീതുവിനെ പോലെ, ഒറ്റ രാത്രിയിൽ വീട്ടിലെ 11 പേരും പോയി ഒറ്റയ്ക്കായ നൗഫലിനെ പോലെ ഏറെ മനുഷ്യർ. പ്രാണൻ കയ്യിൽ പിടിച്ച് കാട്ടിലേക്ക് കയറിയ സുജാതയ്ക്കും കുടുംബത്തിനും കാവലായ കാട്ടാനകളെ പോലെ ഏറെ മിണ്ടാമൃഗങ്ങൾ. ഞാനും കുട്ടീനെ എടുത്തിട്ട് ഓടി. കാലിന്റെ മുട്ടിന് മേലേക്ക് വെള്ളം കയറുന്നുണ്ട്. പക്ഷെ കുട്ടീനെ നിലത്തിച്ച കുട്ടി മുങ്ങും. സ്വസ്ഥമായ സ്വച്ഛമായ തേയിലത്താഴ്വാരം. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ വരെ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായൊരിടം. സ്വർഗതുല്യമായ ഭൂമി. സ്വർണം തേടി ബ്രിട്ടീഷുകാരാണ് വെള്ളരിമലയുടെ താഴ്വരയിലേക്ക് ആദ്യമെത്തുന്നത്. മലയടിവാരത്ത് ഗുഹകളുണ്ടാക്കി ഖനനം തുടങ്ങി. അല്പമൊക്കെ സ്വർണം ആദ്യം ലഭിച്ചു. പക്ഷേ എങ്കിലും വരുമാനത്തേക്കാൾ ചെലവ് കൂടിയതോടെ വെള്ളക്കാർ ഖനനം അവസാനിപ്പിച്ചു. ഗുഹകൾ ഉപേക്ഷിച്ചു. വനം വെട്ടിത്തെളിച്ച് തേയിലയും ഏലവും നട്ടു. ഏറനാട്ടിൽ നിന്നും വള്ളുവനാട്ടിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം പണിക്കാരെത്തി. ഒപ്പം തദ്ദേശീയരായ പണിയ വിഭാഗക്കാരും ചേർന്നു. ലയങ്ങൾ ഉയർന്നു. കാട് നാടായി. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ നാട് വിശന്നു തുടങ്ങിയപ്പോൾ 1940കളിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടുംബങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കപ്പയും കാച്ചിലും നടാനായി മലബാറിലേക്ക് മല കയറിയവരിൽ ഒരു വിഭാഗം വെള്ളാർമലയുടെ താഴ്വാരത്തിലുമെത്തി. കൃഷി വ്യാപിച്ചു. റോഡ് വന്നു. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഉയർന്നു. മസ്ജിദും അമ്പലവും ചർച്ചുമെല്ലാമുള്ള സർവമത സംഗമഭൂമിയിൽ മനുഷ്യർ ഒത്തൊരുമയോടെ ജീവിച്ചു. തോട്ടം തൊഴിലാളികളുടെ പുതുതലമുറ സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും കർഷകരും പ്രവാസികളും ഒക്കെയായി. വയനാടിൻ്റെ അഭിമാനമായ കലാകാരന്മാരും കായിക താരങ്ങളും ഉണ്ടായി. ലോക ടൂറിസം മാപ്പിൽ വയനാടിൻ്റെ ചിത്രം കൂടുതൽ തെളിച്ചം നേടിയതോടെ ഈ തേയിലത്താഴ്വാരത്തിൽ 100 കണക്കിന് റിസോർട്ടുകളും സാഹസിക ടൂറിസം സംരംഭങ്ങളും വന്നു. സഞ്ചാരികളുടെ സുന്ദര നിമിഷങ്ങൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. മുണ്ടക്കയും ചൂരൽമലയും പിന്നെ കുറേയേറെ നല്ല മനുഷ്യരും. വയനാട്ടിലെ മൂന്നാറായിരുന്നു ഇവിടെ.
മേപ്പാടിയിൽ നിന്ന് 15 മിനിറ്റ് സഞ്ചരിച്ചാൽ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താം. സെന്റിനൽ റോക്ക് വാട്ടർഫോൾസ് എന്നും പേരുണ്ട്. വനംവകുപ്പിന്റെ കീഴിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. പച്ചപുതച്ച മലഞ്ചെരുവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഈ ജലധാര 200 മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് കുതിച്ചു ചാടുന്നത്. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ്. താഴെ വെള്ളം വന്നു വീഴുന്ന ചെറിയ തടാകത്തിൽ കുട്ടികൾക്ക് പോലും നീന്താം, കുളിക്കാം. അത്രമേൽ അപകടരഹിതമാണ് ഇവിടം. വയനാട്ടിലെത്തുന്ന സഞ്ചാരികളെല്ലാം തേടിയെത്തുന്ന ഇടം. താഴേക്കൊഴുകുന്ന വെള്ളം പുന്നപ്പുഴ വഴി ഇരുവഴിഞ്ഞിപ്പുഴയും കടന്ന് ചാലിയാറിലേക്ക് പോയി കടലിൽ പതിക്കും. അതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കും ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒഴുക്കും. സൂചിപ്പാറയിൽ നിന്ന് 3 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ള ദൂരം. മേപ്പാടി പഞ്ചായത്തിലെ 12ാം വാർഡ്. CK നൂറുദ്ദീനാണ് വാർഡ് മെമ്പർ. ചെറിയൊരു പട്ടണമാണിവിടം. നിറയെ കടകളുണ്ട്, വീടുകളുണ്ട്, 1000-ലേറെ പേർ ജീവിതം പുലർത്തുന്ന ഒരിടം. ഈ നാടിൻ്റെ ജീവനാഡിയാണ് ഈ സ്കൂൾ. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ജീവനാഡി എന്നത് ആലങ്കാരികമായി പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു ഇവിടം. 100 മേനി സ്ഥിരമായി വിളയിച്ചു കൊണ്ടിരുന്ന സ്കൂൾ. ഈ അക്ഷരമുറ്റത്ത് ചവിട്ടിയാണ് ഈ മലയോര ഗ്രാമം അറിവിൻ്റെ പുതിയ ആകാശങ്ങൾ തൊട്ടത്. ഏറെ സ്നേഹവായ്പകളോടെ തലമുറകൾ എന്നും ഇവിടെ ഒത്തുകൂടും. ആഘോഷങ്ങൾ നിറയും. 500ഓളം വിദ്യാർത്ഥികളും 26 അധ്യാപകരുമുണ്ട്. സ്കൂളിലെ അധ്യാപകർ ഈ നാട്ടുകാർക്ക് കൂടപ്പിറപ്പുകളാണ്. മക്കളെന്നാണ് വിദ്യാർത്ഥികളെ അധ്യാപകർ വിളിക്കാറ്. രാവിലെ 7:30 തന്നെ പഠിത്തം തുടങ്ങും. ഈ സ്കൂളിൻ്റെ ഉത്സവം ഗ്രാമോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും ഈ പുന്നപ്പുഴയോരത്ത് വെച്ചാണ് ഉണ്ണിമാഷ് മക്കൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെയും MT വാസുദേവൻ നായരെയും പരിചയപ്പെടുത്താറുള്ളത്. പ്രകൃതിയുടെ പാഠം പഠിപ്പിക്കാറുള്ളത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ മന്ത്രങ്ങൾ പകർന്നു കൊടുക്കാറുള്ളത്. സംസ്ഥാന കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിൽ A ഗ്രേഡ് നേടിയതടക്കം എത്രയെത്ര ഓർമ്മകൾ. മലമുകളിൽ മഴ ഭീതി പടർത്തുമ്പോൾ നാട്ടുകാരെല്ലാം ഭയന്നോടിയെത്തുന്ന അഭയകേന്ദ്രമായിരുന്നു ഈ വെള്ളാർമല GVHSS. അക്ഷരകേന്ദ്രം മാത്രമായിരുന്നില്ല എന്നർത്ഥം. ഇതാണ് ചൂരൽമല അങ്ങാടി. സ്കൂളിൻ്റെ ഓരം ചേർന്നുള്ള അങ്ങാടി. ഒരു കൊച്ചു പട്ടണം തന്നെയാണിത് കേട്ടോ. നിറയെ പലചരക്ക് കടകൾ, പച്ചക്കറി മാർക്കറ്റ്, തുണിക്കടകൾ, മീനും ഇറച്ചിയും എല്ലാം കിട്ടുന്ന ഇടം, ഫാൻസി ഷോപ്പുകൾ, സ്പോർട്സ് സ്റ്റോറുകൾ, ക്ലിനിക്ക്, മരുന്ന് ഷോപ്പ്, എന്തിനേറെ നമ്മുടെ ബഷീർക്കായുടെ പരിപ്പ് കടയും ചായയും കിട്ടുന്ന തട്ടുകടയടക്കം. സമീപവാസികളെല്ലാം ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു കൊച്ചു പട്ടണം. മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്ററാണ് റോഡ് മാർഗം ഇവിടേക്കുള്ള ദൂരം. ഇതാണ് ചൂരൽമല പാലം. ഈ പാലമാണ് മുണ്ടക്കൈക്കാർക്കും അട്ടമലയിലുള്ളവർക്കും ഈ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക ആശ്രയം. പാലം കടന്നാൽ ഈ റോഡ് പോകുന്നത് അട്ടമലയ്ക്കാണ്. നേരെയുള്ള റോഡ് പോകുന്നത് മുണ്ടക്കൈയിലേക്ക്. മുണ്ടക്കൈയിലെത്തിയാൽ റോഡ് അവസാനിക്കും. പാലം കടന്ന് തീരുന്നിടത്താണ് ചൂരൽമല ശിവക്ഷേത്രം. പുഴയ്ക്കരികിലായി അതിമനോഹരമായ ഈ ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം ഈ മലയോര മേഖലയുടെ തന്നെ ഉത്സവമാണ്. മുണ്ടക്കൈക്കാരും പുത്തുമലക്കാരും അട്ടമലയിലുള്ളവരും പുഞ്ചിരിവട്ടത്തുള്ളവരുമെല്ലാം നാടിൻ്റെ ഉത്സവത്തിനായി ഒത്തുകൂടും. മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ ഒരു വേർതിരിവുമില്ലാത്ത ഇടം. തമിഴ്നാട് സ്വദേശിയായ കല്യാൺ കുമാറാണ് പൂജാരി. ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലാണ് താമസം. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെല്ലാം ഈ ക്ഷേത്രത്തിലും ദർശനം നടത്തി മടങ്ങാറാണ് പതിവ്.
ചൂരൽമലയിൽ നിന്ന് 3 കിലോമീറ്ററോളം തേയിലത്തോട്ടത്തിലൂടെ പോയാൽ മുണ്ടക്കയിലെത്തും. കുന്നിൻ മുകളിലെ അമ്പലമുറ്റത്താണ് ഈ മുണ്ടക്കയിലേക്കുള്ള റോഡ് അവസാനിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ മലനിരകളും കുന്നിൻ ചെരുവുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാം. മലമുകളിനെ തഴുകിപ്പോകുന്ന ഈ കോടമഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മെ വന്ന് തഴുകും. ഈ ഗ്രാമത്തിലേക്കും താഴ്വാരത്തിലേക്കും എത്തും. (1280) പേരാണ് മുണ്ടക്കയിലെ ഈ വാർഡിലുള്ളത്. ഓരോ വീട്ടിലെയും ആളുകൾ പരസ്പരം അറിയാവുന്നവരാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു തലപ്പ് മുതൽ മറ്റേ തലപ്പ് വരെ എല്ലാവരെയും പേരെടുത്തറിയാവുന്ന മനുഷ്യരാണ് ഈ നാടിൻ്റെ പ്രത്യേകത. ഓരോ വീട്ടിലും ഉണ്ടാവുന്ന സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കാളികൾ ഇവരാവും. മനുഷ്യ സ്നേഹത്തിൻ്റെയും പ്രകൃതി മനോഹാരിതയുടെയും സംഗമഭൂമിയാണ്. ഒട്ടേറെ റിസോർട്ടുകളുണ്ട് ഇവിടെ. ട്രീ വാലി റിസോർട്ട്, പ്രിസർവ് സ്റ്റോൺ റിസോർട്ട്, വായു ബബിൾ റിസോർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമുണ്ടല്ലോ, ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ കഴിഞ്ഞുള്ള പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെങ്കുത്തായ പ്രദേശമാണ്. വലിയ ജനവാസ മേഖലയല്ല. പുഞ്ചിരിമട്ടത്തിന് മുകളിൽ ആ പ്രദേശം ഒരു സംരക്ഷിത മേഖലയാണ്. വെള്ളാർമല. കർക്കിടകമായി. ജൂലൈ 2ാം പാതിയിൽ വയനാട്ടിൽ മഴ ചാറി നിൽപ്പാണ്. ചെറിയ ചാറ്റൽ മഴയായിട്ടാണ് തുടക്കം. പിന്നീട് തോരാതെ അതങ്ങനെ തിമിർത്തു തുടങ്ങി. 28ാം തീയതി ഞായറാഴ്ച മഴ പേമാരിയായി മാറി. തുള്ളിക്കൊരു കുടമെന്ന നിലയിൽ. ആദ്യത്തെ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും പിന്നീടുള്ള 24 മണിക്കൂറിൽ 372 മില്ലിമീറ്ററും മഴ കനത്തു പെയ്തു. പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. 10 നാൾ കഴിഞ്ഞാൽ പുത്തുമല ദുരന്തത്തിൻ്റെ ആണ്ടോർമ്മയാണ്. പലരും സംശയിച്ചു. ആകപ്പാടെ ഒരു അപകടഭീതി. വളർത്തുമൃഗങ്ങളെല്ലാം എന്തോ പേടിക്കുന്നുണ്ട്. പതിവില്ലാത്ത വിധം ആനക്കൂട്ടങ്ങൾ കാടിറങ്ങി നിൽപ്പാണ്. ഇനി ഉരുൾപൊട്ടിയാലും പുന്നപ്പുഴ സംരക്ഷിക്കുമെന്ന് നാട്ടുകാർ ആത്മവിശ്വാസം കൊണ്ടു. കൽപ്പറ്റയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള അവസാനത്തെ KSRTC ബസ് രാത്രി 8:30-ക്കാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പുറപ്പെടുക. അന്ന് ജൂലൈ മാസം 29ാം തീയതി തിങ്കളാഴ്ച രാത്രി 9:45-ഓടെ മുണ്ടക്കയിലേക്കുള്ള ബസ് ചൂരൽമലയിലെത്തി ശിവക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ക്ലിനിക്കിന് മുമ്പിൽ നിർത്തി വണ്ടി പാർക്ക് ചെയ്തു. ക്ലിനിക്കിനോട് ചേർന്നുള്ള മുറിയിൽ കണ്ടക്ടർ CK മുഹമ്മദ് കുഞ്ഞിയും ഡ്രൈവർ PV സജിത്തും ഉറങ്ങാൻ കിടന്നു. പുഞ്ചിരിമട്ടത്തുകാർക്ക് പക്ഷേ ഉറങ്ങാനാകുന്നില്ല. എന്തോ അസ്വാഭാവികത. മഞ്ഞളരച്ച മണം പോലെ എന്തോ. പലരും കൂടുതൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിത്തുടങ്ങി. സമയം പുലർച്ചെ 1 മണി. ഭയാനകമായൊരു ശബ്ദം കേട്ടാണ് ആദ്യം എല്ലാവരും ഉണർന്നത്. വെള്ളരിമലയിലെ വെള്ളോലിപ്പാറയുടെ ഒരു ഭാഗം അങ്ങ് അടർന്നുപോയി. 3 കിലോമീറ്റർ വനമേഖല അത്രയും കടന്നെത്തിയ ഉരുൾ ആദ്യം തുടച്ചെറിഞ്ഞ ജനവാസ മേഖല പുഞ്ചിരിമട്ടമാണ്. മലവെള്ളവും മരങ്ങളും പാറക്കെട്ടുകളും കുതിച്ചൊഴുകിയെത്തിയപ്പോൾ ഒരു നാട് അപ്പാടെ ഇല്ലാതായി. പുഞ്ചിരിമട്ടം സങ്കട നിരപ്പായി. എത്ര പേർ ഇവിടെ മണ്ണിൽ അമർന്നു പോയെന്ന്
ആർക്കും ഒരു തിട്ടവുമില്ല ഇപ്പോഴും. മലമുകളിൽ എന്തോ സംഭവിച്ചുവെന്ന് മുണ്ടക്കൈക്കാർ നനച്ചതാണ്. ഓടി ഒളിക്കാൻ ശ്രമിച്ചതുമാണ്. നിമിഷങ്ങൾക്കകം ഉരുൾ മുണ്ടക്കൈയിലുമെത്തി. 2 നില കെട്ടിടത്തോളം വലിപ്പമുള്ള വലിയ വലിയ പാറക്കല്ലുകളാണ് ഉരുണ്ടെത്തുന്നത്. ആ തലച്ചിലുകളാണ്. കുറ്റാക്കുറ്റിരുട്ടാണ് ചുറ്റും. സുരക്ഷിതമെന്ന് തോന്നുന്ന എല്ലാ ഇടങ്ങളിലേക്കും ജനം ഓടിക്കയറി. കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ആകുന്ന എത്ര ഉയരങ്ങളിലേക്ക് അവർ വലിച്ചു കയറ്റി. ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ട്രീ വാലി റിസോർട്ടും IB ബംഗ്ലാവും മുണ്ടക്കൈ മദ്രസയും സെന്റിനൽ റോക്ക് എസ്റ്റേറ്റും എല്ലാം അഭയകേന്ദ്രങ്ങളായി. 8 മാസം പ്രായമുള്ള പേരക്കുട്ടിയെയും മകൾ റംഷീനെയും കൊണ്ട് അതിസാഹസികമായാണ് 60-കാരൻ മൊയ്തു ഓണപ്പറമ്പൻ ജീവിതത്തിലേക്ക് നീന്തിക്കയറി വന്നത്. ഒരു കൈയിൽ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചും മറ്റു കൈകൊണ്ട് സീലിംഗ് ഫാനിൽ അള്ളിപ്പിടിച്ചും നിൽക്കുമ്പോൾ റംഷീന മൊയ്തുവിൻ്റെ തോളിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. ഒഴുക്കിന് വേഗമൊന്ന് കുറഞ്ഞപ്പോൾ അവർ നീന്തി നീന്തി കരപറ്റി. ജീവനുമായുള്ള പോരാട്ടത്തിൽ പക്ഷേ ചിലർ മണ്ണിൽ അമർന്നുപോയി. ഇതിനിടെ ഉരുൾ ചൂരൽ മലയിലുമെത്തി. ഇതാണ് ഉരുളെടുത്തുപോയ നീതുവിൻ്റെ വീട്. 30ഓളം പേരാണ് മേപ്പാടിയിലെ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ എക്സിക്യൂട്ടീവായി നീതുവിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയത്. വീടിൻ്റെ പാതി തകർന്നു പോയിട്ടുണ്ട്. അഭയം തേടിയവരെയെല്ലാം ആശ്വസിപ്പിച്ച് ദുരന്തത്തിൻ്റെ വ്യാപ്തി നീതു ലോകത്തെ കരഞ്ഞറിയിച്ചു. വീട്ടിലൊക്കെ വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിക്കും. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. ചുറ്റും ഉരുൾപടർന്ന് ദ്വീപ് പോലെ ഒറ്റപ്പെട്ട വീട്ടിനുള്ളിലെ വെളിച്ചം വീഴും വരെ കാത്തുനിൽക്കാമെന്ന തീരുമാനത്തിൽ 30 പേരും പ്രാർത്ഥനയോടെ നീതുവിൻ്റെ കൈ കോർത്തു നിന്നു. കൈ പിടിച്ചു നിന്നു. ആദ്യമൊന്ന് പകച്ചെങ്കിലും കയ്യിൽ കിട്ടിയ വടിയും ടോർച്ചുമെടുത്ത് ഒറ്റയ്ക്കും കൂട്ടമായും നാട്ടുകാർ തന്നെ കൂടപ്പിറപ്പുകളെ തേടിയിറങ്ങി. ആദ്യത്തെ രക്ഷാപ്രവർത്തനം. മണ്ണിലും ചെളിയിലും പുതഞ്ഞു കിടന്ന പലരെയും ജീവിതത്തിലേക്ക് അവർ പിടിച്ചു കയറ്റി. മുണ്ടക്കൈക്കാർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്നവനാണ് 30-കാരനായ പ്രജീഷ്. ഏതു പ്രതിസന്ധിയിലും നാടിന് തുണ നിന്നത്. കരച്ചിൽ കേട്ട ഇടങ്ങളിലേക്കെല്ലാം ജീപ്പുമായി പ്രജീഷ് ഓടിയെത്തി. 100ഓളം പേരെയാണ് ദുരന്തമുഖത്ത് നിന്ന് പ്രജീഷ് രക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. അതിനോടകം നീതുവിൻ്റെ അടക്കം സഹായാഭ്യർത്ഥന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞതോടെ ഏലമല, മേപ്പാടി, കള്ളാടി പ്രദേശത്തു നിന്നുള്ളവരും പോലീസും വനം അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചൂരൽ മലയിലേക്കെത്തി രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കി. എല്ലാം ഒന്നടങ്ങി എന്ന് കരുതിയതാണ്. എല്ലാവരെയും സംരക്ഷിച്ചു എന്ന് നനച്ചതാണ്. സമയം പുലർച്ചെ 4:10. മുണ്ടക്കൈയുടെ ഉള്ളം പിളർത്ത് 2ാമത് ഉരുൾപൊട്ടി. അതോടെ എല്ലാം അവസാനിച്ചു. കാവലാകുമെന്ന് കരുതിയ പുന്നപ്പുഴ 2ആയി ഉരുണ്ടിറങ്ങി. മരണക്കൈ ഉയർത്തി മുണ്ടക്കൈ എന്നേക്കുമായി മണ്ണിലമർന്നു. ഒരു മേൽവിലാസം പോലും അവശേഷിപ്പിക്കാതെ. രണ്ടുവട്ടം രക്ഷാപ്രവർത്തനം നടത്തി പ്രജീഷ് മടങ്ങിയെത്തിയതാണ്. വീണ്ടും 3ാമതും മലയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ പ്രജീഷ് പോകുമ്പോൾ പോവല്ലേടാ പ്രജീഷെ എന്ന് സുഹൃത്തുക്കൾ അപേക്ഷിച്ചതാണ്. ഒരുപക്ഷെ പ്രജീഷിൻ്റെ മനസ്സ് സമ്മതിച്ചു കാണില്ല. ചില മഹാമനുഷ്യർ അങ്ങനെയാണല്ലോ.
അപരന്റെ ജീവനെ അവർ സ്വന്തം ജീവനായി തന്നെ കാണും. രണ്ടാമത്തെ ഉരുൾ പ്രജീഷിന്റെയും ജീവനെടുത്തു. ഇരച്ചെത്തിയ ഉരുൾവെള്ളത്തിനൊപ്പം നീതുവും ജനലിലൂടെ ഒഴുകിപ്പോയി. ഭർത്താവ് ജോജോ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതാണ്, കൈയൊന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ കഴിഞ്ഞില്ല. നീതു ജോജോയുടെ കൈകൾക്കപ്പുറത്തേക്ക് ഒഴുകിപ്പോയിരുന്നു. 5 ദിവസം കഴിഞ്ഞ് ചാലിയാറിലിൻ്റെ മറ്റൊരു കരയിൽ വെച്ചാണ് നീതുവിനെ തിരിച്ചു കിട്ടിയത്, ചേതനയേറ്റ ശരീരമായി. കനത്തു പെയ്യുന്ന മഴയിൽ വൈകിയാണ് മുണ്ടക്കൈ മസ്ജിദിലെ ഇമാം ശിഹാബ് ഫൈസി ഉറങ്ങാൻ കിടന്നത്. അർദ്ധരാത്രിയിൽ ശബ്ദം കേട്ട് ഇമാം ശിഹാബ് ഫൈസി ഉണർന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എവിടെ നിന്നോ മറിഞ്ഞു വന്ന ഒരു വലിയ പാറ മസ്ജിദിൻ്റെ ഒരു ഭാഗവും കൊണ്ടുപോയി. അതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുണ്ടക്കൈ മസ്ജിദ് ഇമാം ശിഹാബ് ഫൈസിയെയും ഒപ്പം കൂട്ടി. 2 നാൾ പ്രിയപ്പെട്ടവർ നാടിൻ്റെ പ്രിയപുത്രനായ മുണ്ടക്കൈ മസ്ജിദ് ഇമാം ശിഹാബ് ഫൈസിയെ തിരഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞാണ് മുണ്ടക്കൈ ഇമാം ശിഹാബ് ഫൈസിയുടെ ചേതനയേറ്റ ശരീരം പ്രിയപ്പെട്ടവർക്ക് കിട്ടിയത്. പുഞ്ചിരിമട്ടത്തെ ആകെ തകർത്തെറിഞ്ഞ് മുണ്ടക്കൈയെ തുടച്ചെടുത്ത് ഉരുൾ പിന്നെ ലക്ഷ്യം വെച്ചത് ചൂരൽമലയാണ്. ചൂരൽമലയിലേക്ക് ഉരുൾ ഇരമ്പിയാർത്തു വന്നു. ചൂരൽമലയ്ക്കും ഉരുളിനുമിടയിൽ വെള്ളാർമല GVHSS ഒരു മതിൽ പോലെ നിന്നു. ഒരു രക്ഷാമതിൽ പോലെ, ഒരു ജീവൻ രക്ഷാമതിൽ പോലെ. അലച്ചെത്തിയ ഉരുളിനെ വെള്ളാർമല GVHS സ്കൂൾ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ, അതിൻ്റെ ദിശയൊന്നും മാറ്റിവിട്ടില്ലായിരുന്നെങ്കിൽ ചൂരൽമല ടൗൺ എന്നേക്കുമായി മണ്ണിലമർന്നേനെ, ഒപ്പം എണ്ണമറ്റ ജീവനുകളും. അവസാനത്തെ ശ്വാസം വരെ പോരാടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് വെള്ളാർമല GVHS സ്കൂൾ. ഒരു നാടിൻ്റെ ഹൃദയത്തുടിപ്പായിരുന്ന ഈ അക്ഷരമുറ്റം ആ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. ഒപ്പം രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾ ദുരന്തത്തിൻ്റെ കഥനഭാരം അത്രയും പേര് നിൽക്കുന്ന ഒരു സ്മാരകവും, ജീവിക്കുന്ന രക്തസാക്ഷി. ഇനിയൊരു ഹാജർ പറയാൻ ആരൊക്കെ ഇവിടെ ഉണ്ടാകും, ആരൊക്കെ തിരിച്ചു വരും എന്ന് നിശ്ചയമില്ല. സോമദാസിൻ്റെ 8 വയസ്സുകാരിയായ മകൾ അനന്തികയെ പോലെ 50ഓളം കുട്ടികൾ ഇനി സ്കൂളിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പുലർച്ചെ 4 മണിക്ക് രണ്ടാമത് ഉരുൾപൊട്ടിയതിൻ്റെ ശബ്ദം കേട്ടാണ് KSRTC ബസ് കണ്ടക്ടർ CK മുഹമ്മദ് കുഞ്ഞിയും ഡ്രൈവർ PV സജിത്തും ഞെട്ടി ഉണർന്നത്. തങ്ങൾ സുരക്ഷിതരാണെന്ന് ബോധ്യപ്പെട്ടെങ്കിലും പരിചയമില്ലാത്ത ഇടമായതിനാൽ അവർ പുറത്തിറങ്ങിയില്ല. പുതുക്കെ വെളിച്ചം പരന്നു തുടങ്ങിയപ്പോൾ പുറത്തേക്ക് നോക്കി. കണ്ട കാഴ്ചയത്രയും ഹൃദയഭേദകമായിരുന്നു. തങ്ങൾ ചൂരൽമല കടന്ന ആ പാലമില്ല, അക്കരെ ചൂരൽമല അങ്ങാടിയുടെ ഒരു ലക്ഷണവുമില്ല. വീടുകളും പാടികളും കാണാനില്ല. മുണ്ടക്കൈയും അട്ടമലയും ഒറ്റപ്പെട്ടിരിക്കുന്നു.
പാലവും ഈ തൊട്ടടുത്ത ശിവക്ഷേത്രത്തെയും ഒന്നാകെ വിഴുങ്ങിയാണ് ഈ ഉരുൾ ചാലിയാറിലേക്ക് പൊട്ടിയൊഴുകിയത്. ഈ ക്ഷേത്രം നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരടയാളവും ബാക്കിയില്ല. ആകെയുള്ളത് ആ തറയും പിന്നെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ആൽമരവും മാത്രമാണ്. എല്ലാ വിഗ്രഹങ്ങളും ഒഴുകിപ്പോയി. വിഗ്രഹങ്ങൾക്കൊപ്പം ആ വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന പൂജാരി. പൂജാരി കല്യാൺകുമാറിൻ്റെ മൃതദേഹം സമീപ സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയത്. കല്യാൺകുമാറിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്നും അയ്യൻകൊല്ലിയിൽ നിന്നും ഭാര്യ മഞ്ജുള എത്തി. ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരവുമായി മഞ്ജുളയും മടങ്ങി. മുത്തുമണികൾ പോലെ ചിതറിപ്പതഞ്ഞിരുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം ദുരന്തപുത്രിയായി. എണ്ണമറ്റ മനുഷ്യർ അവരുടെ തലമുറകളുടെ അധ്വാനത്തിൽ പടുത്തുയർത്തിയിരുന്ന തേയിലത്താഴ്വാരം അത് മേൽവിലാസമില്ലാതായി. മുത്തുമണികൾ പോലെ ചിരിച്ചിരുന്ന ഒരു വെള്ളച്ചാട്ടം ചോര കലർന്ന ചുവന്ന മണ്ണിന്റെ നിറത്തിൽ താഴേക്ക് പതിച്ചു. ദൂരെ, അങ്ങ് ദൂരെ ചാലിയാർ കണ്ണീർ കടലായി. മൂന്നര മണിക്കൂർ ഉള്ളുപൊട്ടി ഒരു ജനവാസ മേഖലയാകെ ശൂന്യതയിലേക്ക് മറയാനെടുത്ത സമയമാണിത്. നാട്ടുകാർ തുടങ്ങി വെച്ച രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലീസും വനം വകുപ്പും ഫയർഫോഴ്സും ഒക്കെ ഒപ്പത്തിനൊപ്പം ചേർന്നതോടെ ആദ്യ സുവർണ മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവന്നു. പുലർച്ചെ 3:50 തന്നെ NDRF ചൂരൽമലയിലെത്തി. 4 മണിയാകുമ്പോഴേക്ക് ഫയർഫോഴ്സും. ചൂരൽമല പാലം ഒലിച്ചുപോയതിനാൽ മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കുമുള്ള വഴി അടഞ്ഞുപോയിരുന്നു. എത്തുന്ന ഇടം വരെ വാഹനങ്ങളെ എത്തിച്ച് എന്തുമെന്തും ആയുധമാക്കി രക്ഷാപ്രവർത്തകർ ജീവന്റെ തുടുപ്പുകളെ തിരഞ്ഞു. ഒരു ഭാഗത്ത് മുട്ടറ്റം ചെളിയും മറുഭാഗത്ത് ഇരമ്പിയാർക്കുന്ന പുഴയും ഒപ്പം കനത്ത മഴയും. ഇനിയും ഉരുൾപൊട്ടലുണ്ടാകുമോ എന്ന ഭീതി. സഹജീവി സ്നേഹത്താൽ അതൊന്നും പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് തടസ്സമായതേയില്ല. DYFI, യൂത്ത് ബ്രിഗേഡ്, യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്, യൂത്ത് കോൺഗ്രസ്, SSF, SKSSF, സേവാഭാരതി, SDPI, PDP,
കക്ഷിഭേദങ്ങളില്ലാതെ നാടിന്റെ പല കോണുകളിൽ നിന്ന് ഓടിയെത്തിയ എണ്ണമറ്റ യുവജന സംഘടനാ പ്രവർത്തകർ ഒരു നിമിഷം പോലും പാഴാക്കാതെ രക്ഷാപ്രവർത്തനം തുടർന്നു. തകർന്ന കെട്ടിടങ്ങൾക്കും മണ്ണിലും ചെളിയിലുമെല്ലാം കുടുങ്ങിയവരെ അതിവേഗം പുറത്തെത്തിച്ചു. ആദ്യ മണിക്കൂറുകൾക്ക് ശേഷം ജീവൻ തേടിയെത്തിയവർ കണ്ടെടുത്തതെല്ലാം ജീവനറ്റ ശരീരങ്ങളായിരുന്നു. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളും പലയിടത്തായി മണ്ണിൽ പുതഞ്ഞു കിടന്നു. കുഞ്ഞുങ്ങളുടെ കൺതുറക്കാ ഉറക്കങ്ങൾ കരളലിയിപ്പിച്ചു. ഇവിടെ ഒരു 5000 പേർ ജീവിച്ച വാസഭൂമിയായിരുന്നുവെന്ന് വിശ്വസിക്കാനാവാത്തവണ്ണം ഒരു പുഴ ഒഴുകുകയാണ്. എണ്ണമറ്റ ജീവനെടുത്ത മരണപ്പുഴ. മുണ്ടക്കയും അട്ടമലയും ഒറ്റപ്പെട്ട് തന്നെ കിടപ്പാണ്. വടം കെട്ടി അപ്പുറത്തെത്തി NDRF സംഘങ്ങൾ ജീവന്റെ അവസാന തുടുപ്പും കണ്ടെത്തി ജീവശ്വാസം നൽകി. മുണ്ടക്കൈ വാർഡ് മെമ്പർ നൂറുദ്ദീൻ ഞങ്ങളെ വിളിച്ചത് നെഞ്ചിടിപ്പോടെയാണ് ഇപ്പോഴും ഓർക്കുന്നത്. സാറേ, ഞങ്ങള് 250 പേര് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും രീതിയിലൊന്ന് രക്ഷപ്പെടുത്താൻ വരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇപ്പൊ എത്തും. സാറ് ഞങ്ങളെ രക്ഷിക്കണം. മണ്ണിൽ പുതഞ്ഞു കിടന്ന അരുണിനെ രക്ഷിക്കണമെന്ന് രാഘവനാണ് റിപ്പോർട്ടറിലേക്ക് വിളിച്ചറിയിച്ചത്. ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചളിയിൽ നിന്നും കൈകൾ ഉയർത്തി കാണിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പരിക്കുകളുടെ ചികിത്സയിൽ തുടരുന്ന അരുണിനെ ദുരന്തഭൂമി നേരിട്ട് കാണാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെത്തി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറിൽ ഓടിയെത്തിയതാണ് കൽപ്പറ്റ MLA T സിദ്ദീഖ്. പിന്നെ തിരിച്ചു പോയിട്ടില്ല. ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും അതിജീവനത്തിന്റെ പ്രതീക്ഷയുമെല്ലാം T സിദ്ദീഖിൽ നിന്നാണ് കേരളം വായിച്ചെടുത്തത്. എണ്ണയിട്ട യന്ത്രം പോലെ സർക്കാർ സംവിധാനങ്ങളും ചടുലമായി. കൺട്രോൾ റൂമുകൾ തുറന്നു. താൽക്കാലിക ആശുപത്രികൾ ഉയർന്നു. ജില്ലയിലെ ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുങ്ങി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, K രാജൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ സംഭവസ്ഥലത്ത് എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി സൈന്യവും എത്തി. നിമിഷനേരം കൊണ്ട് പുഴ കടക്കാൻ താൽക്കാലിക പാലമൊരുങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും മുണ്ടക്കൈയിലെയും അട്ടമലയിലെയും കുടുങ്ങിക്കിടന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് എത്തിച്ചു. എയർലിഫ്റ്റ് ഒരുക്കി നാവികസേനയുടെ ഹെലികോപ്റ്ററും എത്തി. അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ എൻ്റെ കുട്ടീനെയും കെട്ടിപ്പിടിച്ച് അവിടെ നിന്നപ്പോഴാണ് ജീപ്പ് വന്നിട്ട് കയറിക്കും മോളെ ആരോ എന്നെ കൊണ്ടുവന്നിട്ട് ബംഗ്ലാവിലാക്കിയത്. ഇതാണ് അതിജീവനത്തിന്റെ ബേലി പാലം. ഉരുളെടുത്ത ചൂരൽമല പാലത്തിന് പകരം ഇന്ത്യൻ സൈന്യം ഒരു രാത്രിയും പകലും കൊണ്ട് നിർമ്മിച്ചത്. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് പാലം നിർമ്മാണം നടത്തിയത്. ഉറപ്പില്ലാത്ത മണ്ണ്, കുത്തിയൊലിച്ചുള്ള പുഴയുടെ ഒഴുക്ക്, പ്രതിസന്ധികളെയെല്ലാം 40 മണിക്കൂറിലേറെ നീണ്ട തുടർച്ചയായ പരിശ്രമത്തിലൂടെ സൈന്യം മറികടന്നു. മേജർ സീതാ ഷിൽക്കെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. മഹാദുരന്തമുഖത്ത് സ്ത്രീകൾക്ക് എന്തു ചെയ്യാനാകുമെന്നതിൻ്റെ ഉത്തരമാണ് ഈ വണ്ടർ വുമൺ. സീതാ ഷിൽക്കെയുടെയും കരുത്തുള്ള നേതൃത്വത്തിൻ്റെയും കരുത്തിലാണ് സൈന്യം ഈ അതിജീവന പാലം അതിവേഗം പൂർത്തിയാക്കിയത്.
190 അടി നീളമുണ്ട്. 24 ടൺ ഭാരമുള്ള വാഹനം വഹിക്കാനുള്ള ശേഷിയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഡൊണാൾഡ് ബെയ്ലി എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ബുദ്ധിയിൽ വിരിഞ്ഞ ആശയമാണ് ഈ ബെയ്ലി പാലം. ദുരന്ത നിവാരണത്തിനും പെട്ടെന്നുള്ള സൈനിക വിന്യാസത്തിനുമെല്ലാം അതീവ ദുഷ്കരമായ ഇടങ്ങളിൽ, മറുകരയിലേക്ക് പോകേണ്ട ഇടങ്ങളിൽ ഈ പാലം നിർമ്മിക്കാറുണ്ട്. മറ്റു പലയിടത്തും നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബെയ്ലി പാലത്തിൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്താണ് ബെയ്ലി പാലത്തിന് നിർമ്മാണം നടത്തുക. നമുക്കിപ്പോൾ ഈ ബെയ്ലി പാലം സമർപ്പണത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ്. ഈ പാലത്തിന് മുകളിലൂടെ ആദ്യ സൈനിക വാഹനം കടന്നു പോകുന്ന നേരം ലോകത്തോടായി കേരളം ഒരുമിച്ച് കരളുറപ്പോടെ പറഞ്ഞു, ഏത് മഹാദുരന്തത്തിനപ്പുറവും അതിജീവനം മനുഷ്യ സാധ്യമാണ് എന്ന്. ഇത് ഒരുമയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് എന്ന്. ഒന്നുകൊണ്ടും തകർക്കാനാവാത്ത ഹൃദയബന്ധമാണ് നമ്മളുടേത് എന്ന്. ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്ന്. ചൂരൽമലയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ മലപ്പുറം പോത്തുകല്ലിൽ ചാലിയാർ പുഴയ്ക്ക് തീരത്താണ് ബസ് ഡ്രൈവർ ഫിറോസിൻ്റെ വീട്. കനത്ത മഴയായതിനാൽ പുഴയിലെ ഒഴുക്ക് നിരീക്ഷിക്കുന്നതിനിടെയാണ് എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നത് കണ്ടത്. അടുത്തു ചെന്നപ്പോൾ 4 വയസ്സുകാരൻ കുട്ടിയാണ്. ഓമനത്തം മാറാത്ത കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ ഫിറോസിൻ്റെ ഹൃദയം പൊടിഞ്ഞു. ആദ്യ ദിവസം മാത്രം 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നെയും ഏറെ നാൾ ചാലിയാറിലെ കുത്തൊഴുക്ക് വകവയ്ക്കാതെ സേനാംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും തെരച്ചിലിൽ പങ്കാളികളായി. ജീവനറ്റ് ഒഴുകിയെത്തിയവരുടെ അന്ത്യയാത്രയെങ്കിലും അന്തസ്സുള്ളതാകണം എന്നുറപ്പുള്ള ഒരു മഹനീയ ശ്രമം. മേപ്പാടി ആശുപത്രിയിലേക്കാണ് മുണ്ടക്കൈ മുൻ മെമ്പർ ഷൈജ ആദ്യം എത്തിയത്. ഇവിടെ എത്തിയ ഷൈജ പിന്നീട് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന തിരക്കിലായിരുന്നു. ആരെന്നു പറയാൻ ആരാരുമില്ലാതായ 100-ലേറെ മുണ്ടക്കൈക്കാരെയാണ് ഷൈജ തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിനും മൃതദേഹ സംസ്കരണത്തിനും സഹായികളായി നിന്ന വനിതാ വോളണ്ടിയർമാർ, നാടിൻ്റെ പല കോണുകളിൽ നിന്ന് ആഹാരവും വസ്ത്രവും മരുന്നുകളും ശേഖരിച്ചെത്തിക്കുന്ന കുട്ടികൾ, രക്തദാന ക്യാമ്പുകളിൽ വയനാടിനായി രക്തം നൽകാൻ പകലന്തിയോളം വരി നിന്ന കുറേയേറെ മനുഷ്യർ, അമ്മമാരെ നഷ്ടമായ പിഞ്ചോമനകൾക്ക് മുലപ്പാൽ കരുതി വെച്ച അമ്മ മനസ്സുകൾ, കച്ചവടത്തിന് വെച്ച വസ്ത്രങ്ങളും പുതപ്പുകളും അണിയിച്ച് ദുരിതബാധിതർക്ക് ചൂടുപകർന്ന വ്യാപാരികൾ, പെരുമണ്ണിലും കടലുണ്ടിയിലും ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായപ്പോൾ, സുനാമി വേളയിൽ പ്രളയജലം നാടിനെ ഒന്നാക്കി കീറിമുറിച്ചപ്പോൾ, കരിപ്പൂരിൽ വിമാനം തകർന്നു വീണപ്പോൾ, അമ്പൂരിയിലും കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, വിദേശ രാജ്യത്തെ ജയിലിൽ കുരുങ്ങിയ പ്രവാസിയുടെ മോചനത്തിന് കോടികൾ സ്വരൂപിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ഹൃദയം ചേർത്ത് പിടിച്ചു നിന്ന ഒരു ജനതയാണല്ലോ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ മണ്ണിൽ നിന്ന് സ്നേഹവും കരുണയും ഒരു കാലത്തും വറ്റിപ്പോകില്ല തന്നെ. ദുരന്ത വിവരം അറിഞ്ഞയുടനെ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയതാണ് റിപ്പോർട്ടർ വാർത്താ സംഘം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി രക്ഷാപ്രവർത്തനത്തിലെ പ്രധാന വിവര കൈമാറ്റ കേന്ദ്രമായി 20ഓളം വാർത്താ സംഘങ്ങൾ രക്ഷാപ്രവർത്തകർക്കൊപ്പം തോളോട് തോൾ ചേർന്നു. പരസ്യ ഇടവേളകളില്ലാതെ ഒരു വാർത്താ മാധ്യമത്തിന് സാധിക്കുന്നതിന് അപ്പുറവും മുണ്ടക്കൈക്കും ചൂരൽമലയെയും ചേർത്തുപിടിച്ചു റിപ്പോർട്ടർ. രാജ്യം ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾ ദുരന്തത്തിനും സമാനതകളില്ലാത്ത മഹാരക്ഷാപ്രവർത്തനത്തിനും ചൂരൽമല പാലത്തിനൊപ്പം മൂകസാക്ഷിയായി നിന്ന മുണ്ടക്കൈയുടെ അവസാനത്തെ ബസ് 6ാം നാൾ ബെയ്ലി പാലത്തിലൂടെ മടങ്ങി, യാത്രക്കാരാരുമില്ലാതെ. വേരറ്റുപോയ മണ്ണും കുന്നിറങ്ങി വന്ന വെള്ളവും
ആർത്തലച്ചെത്തിയ ആ രാത്രിയിൽ പല വഴിയിൽ ചിതറിപ്പോയവരാണവർ. മരത്തടികളിൽ ചുറ്റിപ്പിണഞ്ഞും പാറക്കല്ലുകളിൽ തലയടിച്ചും കുത്തൊഴുക്കിൽ ഇല്ലാതായവരാണവർ. പൊന്നോമനകളെയും അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും ജീവിതം പകുത്തുവെച്ച പങ്കാളികളെയും നഷ്ടപ്പെട്ടവരാണവർ. ഭൂമിയും വീടും വാഹനവുമടക്കം ഒരായുസിൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയവരാണവർ. ഇരുളിലെത്തിയ ഉരുളൊത്തു പോയവരാണവർ. വാക്കുകൾക്കതീതമാണ് ഈ സങ്കടക്കൊടുകൂടി. ഏട്ടനും ഏട്ടത്തിയമ്മയും 2 മക്കളും എൻ്റെ അമ്മയും പോയി. ഞങ്ങൾക്ക് എന്തായാലും എല്ലാം പോയില്ലേ, ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോളെ വീട് അപ്പൊ ഞാൻ രാത്രി വിളിച്ച പറഞ്ഞു മോള് അതിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചളിയാണ് പറഞ്ഞ് ബാക്കിലേക്ക് ഇറങ്ങി. ക്യാമ്പെന്ന് പോയതിന് എവിടെ പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല. തിരിച്ചറിയാൻ ഒരടയാളം പോലും ബാക്കിയില്ലാതെ മടങ്ങിയവർക്ക് യാത്രാമൊഴി ഒരുക്കിയതാണിവിടം. പുത്തുമലയെന്ന മറ്റൊരു ദുരന്തഭൂമി. വരിയൊപ്പിച്ചു നിൽക്കുന്ന സിമന്റ് കാലുകളിൽ എന്നിലും സീലും തുടങ്ങുന്നവരുടെ നമ്പറുകളുണ്ട്. എന്നാൽ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ മൃതദേഹമെന്നും സി എന്നാൽ ചൂരൽമലയിൽ നിന്ന് കിട്ടിയ മൃതദേഹമെന്നും അർത്ഥം. എല്ലാ മനുഷ്യരുടെ മേൽവിലാസങ്ങളും 2 അക്ഷരങ്ങളിൽ മാത്രമായി തീരുന്നു. തകർന്നടിഞ്ഞ മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും മേൽ കരൾ പിടഞ്ഞ് കുറച്ചുപേർ മാത്രം ബാക്കി. പാതി മരിച്ച് ഹൃദയം തകർന്ന് കുറച്ചുപേർ മാത്രം. അവർക്കിനിയും മുന്നോട്ട് നടന്നേ തീരൂ. കണ്ണീർ തുടച്ച് വയനാടിനെ കരകയറ്റാൻ നമുക്ക് കൈകോർക്കാം. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തത്തെ ഒന്നിച്ച് ഒരുമയോടെ നേരിടാം. കേരളം ഒറ്റയ്ക്കല്ല, രാജ്യം കൂടെയുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് പകരുന്ന കരുത്ത് അളവറ്റതാണ്. മഹാദുരന്തം അതിജീവിച്ച മഹാമനുഷ്യരെ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പോടെ ഹൃദയപൂർവ്വം നമുക്ക് പറയാം. और भारत सरकार और देश इस संकट की घड़ी में यहाँ के पीड़ितों के साथ है. അതാ വെള്ളരിമലയിലെ ആ കാണുന്ന ഭാഗമാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം, ദ ക്രൗൺ. വെള്ളരിമലയിലെ വെള്ളോലിപ്പാറയുടെ ഒരു ഭാഗം 40 വർഷം മുമ്പ്, അതായത് 1984 ജൂലൈ മാസം 1-ാം തീയതി 14 പേരുടെ ജീവൻ അപഹരിച്ച ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് ISRO നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. 86,000 ചതുരശ്ര മീറ്ററോളം പ്രദേശമാണ് ഉരുളെടുത്തത്. ഏകദേശം
8.6 ഹെക്ടർ അഥവാ 21.25 ഏക്കർ സ്ഥലം. ആയിരത്തി 1984 ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിന്റെ സാമീപ്യം വെള്ളരിമലയുടെ താഴ്വാരത്തെ 4 പതിറ്റാണ്ട് മുമ്പ് തന്നെ തീവ്ര പരിസ്ഥിതി ലോലമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ മേൽമണ്ണ് തീവ്ര മഴ മൂലം പൂരിതപ്പെട്ട് താഴെയുള്ള പാറയുമായി പിടുത്തം വേർപെടുത്തി വലിയ പാറക്കഷണങ്ങളും ചെളിയും വെള്ളവും ഒത്തുചേർന്ന് അനിയന്ത്രിതമായ വേഗത്തോടുകൂടി കുതിച്ചു വന്നു. കനത്ത മഴ തന്നെയാണ് ദുരന്തത്തിന്റെ കാരണമായതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിന് മുമ്പുള്ള 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് മാത്രം പെയ്തിറങ്ങിയത്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇതുവരെ 231 മരണങ്ങൾ സ്ഥിരീകരിച്ചു. തിരിച്ചറിയാനാവാത്ത 53 മൃതദേഹങ്ങളും 203 ശരീരഭാഗങ്ങളും സംസ്കരിച്ചു. ഇനിയും കണ്ടെത്താനായി 119 പേരുണ്ട്. 215 വീടുകൾ ഒലിച്ചുപോയി. 1555 വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി. പ്രാഥമിക വിലയിരുത്തലിൽ തന്നെ 1200 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉരുൾ വിതച്ചത്. ഭൂമിയുടെ ശരാശരി താപനില 15 ഡിഗ്രിയാണ്. 1750കളിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവത്തിനു പിന്നാലെ കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രകൃതിവാതകങ്ങൾ തുടങ്ങി ഫോസിൽ ഇന്ധനങ്ങൾ വ്യാപകമായ ഉപയോഗവും വൻതോതിലുള്ള വനനശീകരണവും മൂലം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു. ഒപ്പം ഭൂമിയുടെ ചൂടും കൂടാൻ തുടങ്ങി. ഇതിനോടകം ആഗോള താപനം 1.4 ഡിഗ്രി കൂടിയെന്നാണ് നാസയുടെ കണക്ക്. ഭൂമിയുടെ ചൂട് 2 ഡിഗ്രി ഉയർന്നാൽ ധ്രുവപ്രദേശങ്ങളിലെയും ഹിമാലയ സാനുക്കളിലെയും മഞ്ഞുരുകി തുടങ്ങും. സമുദ്രനിരപ്പ് ഉയരും. കടൽ നിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളെ കടലെടുക്കും. ഋതുഭേദങ്ങളിൽ കൂടുതൽ താളപ്പിഴകൾ ഉണ്ടാവും. അത് കേരളത്തെ വളരെയധികം ബാധിക്കും. കേരളം അറബിയൻ കടലിനോട് ചേർന്ന് കിടക്കുകയും അവിടെയുണ്ടാകുന്ന താപനിലയുടെ വ്യതിയാനം പശ്ചിമഘട്ടം അടുത്തുള്ളതുകൊണ്ട് കേരളത്തെ വളരെ സാരമായി ബാധിക്കുകയും ചെയ്യും. പശ്ചിമഘട്ടത്തിനുമേൽ നേരത്തെ 1-2 ദിവസം നിന്ന് പെയ്തിരുന്ന മഴ 1-2 മണിക്കൂർ കൊണ്ട് പെയ്തിറങ്ങുന്ന സ്ഥിതി ഒരു മുന്നറിയിപ്പാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങ് നമ്മുടെ പടിവാതിൽക്കൽ എത്തിത്തുടങ്ങി എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ്. പണ്ടുള്ള മനുഷ്യർ പറയും, ഒരു തോർത്തുകൊണ്ട് വീശിയാൽ തോരാവുന്ന ഉഷ്ണവും ഒരു തോർത്തുകൊണ്ട് പുതച്ചാൽ തീരാവുന്ന തണുപ്പുമേ മലയാളിക്കുണ്ടായിരുന്നു. നമ്മൾ അതിതീവ്ര മഴയെന്നൊന്ന് കേട്ടിരുന്നതേയില്ല. ഇപ്പോൾ ഇതെല്ലാം നിത്യസംഭവമാകും. കരുതിയിരിക്കണം, ജാഗ്രത വേണം, മുന്നറിയിപ്പ് സംവിധാനങ്ങളും വേണം.